അമ്മോ ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ മലപ്പുറത്ത് എന്താ വർക്ക് ചെയ്യാത്തത് എന്താ ഈ മലപ്പുറത്തൊന്നും വർക്ക് എടുക്കാത്തത് ഈ അല്ലേ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആള്. മലപ്പുറത്ത് നമ്മൾ വർക്ക് എടുക്കലുണ്ട്. ഇതിപ്പോ മലപ്പുറത്തുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് കേട്ടോ. ഈ പ്രൊജക്റ്റ് നോക്കണ്ട, ഇതിപ്പോ നമ്മളെ ജയരാജന് നമ്മൾ കയറ്റി കൊടുക്കുന്ന വീടാകൊണ്ട് നമ്മൾ കയറ്റി കൊടുക്കണം. എങ്കിലും നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയല്ല, ഈ തുടക്ക സമയത്ത് മലപ്പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് 4 പ്രൊജക്റ്റ് ഫസ്റ്റ് മലപ്പുറത്തായിരുന്നു. പിന്നെ എന്താണ് നമുക്ക് മലപ്പുറത്ത് വർക്ക് കിട്ടാത്തതിന്റെ മെയിൻ കാരണം ഒന്ന് പറഞ്ഞോണ്ടാ. എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആന്ന് പറഞ്ഞ് ചാടി വീണതാണ്. അതല്ലല്ലോ പ്രശ്നം. കാരണം മലപ്പുറത്ത് ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഇവിടെ സാധാരണ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന ആൾക്കാരാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് അന്നത്തെ റേറ്റ് 800 രൂപയ്ക്ക് തറയുടെ മുകളിൽ സ്ട്രക്ചർ വാർത്തെടുന്നവരെ, അതിന് കട്ടിലും ജെല്ലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, കല്ല് കെട്ടി പടുത്ത് വാർക്കുന്നവരെയാണ് 800. ഇന്നത്തെ റേറ്റ് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് പറയുമ്പോഴാണല്ലേ, ഇപ്പോൾ എന്നോട് വിളിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ 1400 1500 പറയുമ്പോഴല്ലേ ഈ ആൾക്കാർ ഫോണ് കട്ട് ചെയ്ത് പോണത്. അതെന്താ അങ്ങനെ കട്ട് ചെയ്ത് പോണത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ സ്ട്രക്ചറിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത് നമ്മുടെ ഒന്നും ചിന്തിക്കാറില്ല. അല്ല, ചോദിക്കലുണ്ടോ അവര്? ഇപ്പൊക്കെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ആദ്യമൊക്കെ ആൾക്കാർ ദേഷ്യം പെട്ടിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാവരും നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കണവരുണ്ട്. ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു വീടിൻ്റെ ഇലക്ട്രിക്കൽ, അതായത് ഇലക്ട്രിക്കലിൻ്റെ ചുമര് കട്ട് ചെയ്തിട്ട് പൈപ്പ് ഇടലും അതേപോലെ തന്നെ വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വീടിൻ്റെ ഏകദേശം വലിയൊരു ഭാഗമാണ് കഴിയുന്നത്. കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഓരോ വീടിന് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് 1 ലക്ഷത്തിൻ്റെ മുകളിൽ വയർ മാത്രം ഞങ്ങൾ മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചുമരിടുന്ന സമയത്ത് അതിൻ്റെ പൈപ്പിങ്, അതിൻ്റെ ജംഗ്ഷൻ ബോക്സ്, DB, പിന്നെ മെയിൻ സ്ലാബിന് ഇടുന്നത്. ഇപ്പോൾ മെയിൻ സ്ലാബിനൊക്കെ നമുക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ലാബ് ഇടാൻ മിനിമം നമുക്കൊരു 12,000 റുപ്യൊക്കെ ചിലവ് വരാറില്ലേ? അത് പണിക്കൂലി മാത്രം വരുന്നുണ്ട്. പിന്നെ സാധനങ്ങളല്ലേ പറഞ്ഞത് നമ്മൾ. കാരണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ അങ്ങോട്ട് പറഞ്ഞയക്കണം. അതായത് ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ കൊല്ലത്ത് പറഞ്ഞയക്കണം, ചേർത്തലയിലാണെങ്കിൽ ചേർത്തലയിൽ, എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത്. അപ്പോൾ ഈ മലപ്പുറത്തെ ആൾക്കാരുടെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് മാത്രം മതി. ഇതിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ മനസ്സിലാക്കാൻ അതാണ് എനിക്ക് മനസ്സിലാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മളൊരു തുടക്ക രീതി എന്നുള്ളതിൽ ഞങ്ങൾ മലപ്പുറംകാരനെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് നിന്നാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ആ സമയത്തോടെ ബുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, പണിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. കാരണം 800 രൂപയ്ക്ക് കംപ്ലീറ്റ് ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ്ങും ജിപ്സം മുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിരുന്നു. ഇപ്പോൾ ഈ റേറ്റ് കേൾക്കുമ്പോൾ ഇവർക്കൊരിതാ. പിന്നെ ഇത് ജയരാജനെ വെച്ചുകൊടുക്കുന്ന വീടാണ് കേട്ടോ, ഫുള്ള് പുതിയ ഷീറ്റിൽ അല്ലേ. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നതാണ്. കാരണം ഇനി പുതിയ ഷീറ്റ് അടിച്ചതാവണം എപ്പോഴാ വെച്ചാൽ അപ്പോൾ ഓൻ്റെ വീട് വർക്ക് ചെയ്യാന്നുള്ള. അപ്പോൾ സമയം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഒരു ക്ലയന്റിനും ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് പിന്നെ അങ്ങനെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ പറയാറില്ലേ 10 ക്ലയന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10ഉം 10ആണ്. പിന്നെ നമ്മളിലുള്ള ആൾക്കാർക്ക് തന്നെയല്ലേ നമ്മൾ ഏറ്റവും നല്ലത് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ ഈ ഷീറ്റ് തന്നെയാണ് എല്ലാ സ്ഥലത്തും. പക്ഷേ ഇതിൽ ചില വീട്ടുകാർക്കൊക്കെ ആദ്യം പുതിയ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് പിന്നെ കിട്ടുക. ഞാൻ മണ്ണിനോട് കമ്പിയുടെ അളവൊക്കെ എടുത്തായിരുന്നു. അതായത് 7 ഇഞ്ചാണ് ഇപ്പോൾ സ്ക്വയർ. ജയരാജനിപ്പോൾ 7 ഇഞ്ചിൽ അടിക്കണത്. ഇനി ഒന്നും മോശമാക്കണില്ല. കാരണം ഇവർക്ക് ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു ഇപ്പോൾ ജയരാജൻ്റെ തറവാടാണ് കാണുന്നത്, കണ്ടില്ലേ. എന്തായി കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ ഒരു ഫിനിഷിങ് ആയിരിക്കില്ല ഈ ചുമര്. ഇത് പാതാക്കിയാൽ തന്നെ ഒരു വെല്ലുവിളിയാണ് ഞങ്ങൾക്ക്. കാരണം ആദ്യമായിട്ടാണ് സ്വന്തം നാട്ടിൽ അല്ലേ നമ്മൾ അപ്സ്റ്റെയർ എന്നല്ലാണ്ട് പുറത്ത് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം നമ്മളൊരു വർക്ക് ചെയ്യണത് ആദ്യമായിട്ടല്ലേ പാതാക്കരയിൽ. അപ്പോൾ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്, ഞാനും ജയരാജനും. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് കൂടി അറിയാത്ത ഒരുപാട് ആൾക്കാരുള്ള നാടാണ്. വെറുതെ ഇങ്ങനെ ഇപ്പോഴും ഞാൻ അതിനെ പോയി വന്നപ്പോൾ എന്നാ ഗൾഫിൽ നിന്ന് വന്നെന്ന് എന്നോട് ചോദിച്ചു. ഏത് ഈ 2.5 വർഷമായിട്ട് ഇത്രയും 1.5 വെച്ചിട്ട് 2.5 വർഷത്തിൽ യൂട്യൂബിൽ വീഡിയോ ഇടണം. എന്നോട് വീഡിയോ കാണലുണ്ട് ഇവർ. പക്ഷെ ഞാൻ ഗൾഫിലാണെന്നാണ് ഇപ്പോൾ ഒരു വിചാരം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുള്ള നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട് വെക്കണത്. ചില ആൾക്കാർ കളിയാക്കാനായിട്ട് അറിഞ്ഞുകൊണ്ടും ചോദിക്കാറുണ്ട്, നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. അവർക്ക് അറിഞ്ഞൂടെ ഈ ഫേസ്ബുക്കിൽ കേരളത്തിൽ ഇപ്പം നിങ്ങളൊരു സൈറ്റിലത്തെ ഫോട്ടോ വീഡിയോസോ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ഞാൻ 10-20 വർഷം പുറത്തായിരുന്നു. പക്ഷെ ഇതൊരു വിദേശമല്ല എന്നുള്ളത് ഇവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ എന്നാലും ചോദിക്കും എന്നാ നാട്ടിൽ നിന്ന് എപ്പോഴാണ് വന്നത്. എന്തായാലും അതൊക്കെ പോട്ടെ. നമ്മുടെ ജയരാജേട്ടൻ്റെ വീട് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റാ? ജയരാജേട്ടൻ്റെ വീട് കറക്റ്റായിട്ട് ഞാൻ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ടില്ല. കാരണം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇതായിട്ട് തോന്നും. പക്ഷെ അതുള്ള സ്ഥലത്ത് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യും. എന്തായാലും നമ്മളിത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. വിഷയം കൂടിയാണ്. കാരണം പാതാക്കരക്കാർക്കൊക്കെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ. അതെ, മാക്സിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇതിന്റെ ചുമരിന്റെ വർക്ക് ഫുള്ള് തീർക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ മൈവൻ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടോ ഫുള്ള്, അതായത് ഫുള്ള് 10 അടി ഹൈറ്റിലാണ് ഈ ചുമര് പോയോണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായി കഴിഞ്ഞാൽ ഇതിന്റെ പുതിയ വിശേഷങ്ങൾ വീണ്ടും അമ്മ വരും.
എന്തായാലും ബൈ ബൈ.